കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായി, സംശയമില്ല. അദ്ദേഹത്തിന്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞുപോയിട്ടില്ല. അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യന്റെ ഇൽമൊക്കെ അവാർഡ് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയ്യക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. ഇബ്നു തൈമിയ്യനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. ഇബ്നു തൈമിയ്യ അയാൾ വലിയ പണ്ഡിതനാണ്. അയാൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ എല്ലാത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. അപ്പൊ അദ്ദേഹം ഇത് എഴുതിയപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല. അല്ല, അള്ളാഹ് നോക്കണ്ടിയല്ലേ? നമ്മക്ക് അതിന്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജർ ഹൈത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നു അസ്കലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ വകുപ്പില്ല. കാരണം ഇതിന്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യന്റെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. 800 മുമ്പായിട്ട് ഹിജറ 728 വഫാത്തായ ഒരാളാണ് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ. നമ്മളിപ്പോൾ വഹാബിസത്തിന്റെ പേരിൽ അതിന്റെ ആദർശത്തിന്റെ എല്ലാ അവലംബവുമായി അദ്ദേഹത്തെ വാഴ്ത്തി അദ്ദേഹത്തെ പറയാറുണ്ടെങ്കിലും അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അക്കാലത്തുള്ള എല്ലാ ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങൾക്കെതിരിലും അറിയപ്പെട്ട മുഅ്തസിലത്ത് തുടങ്ങിയിട്ട് അറിയപ്പെട്ട എല്ലാ ബിദ്അത്തുകൾക്കെതിരിലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പീഡനങ്ങളും ധാരാളം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാമാണെങ്കിലും ദീനു വേണ്ടി ചെയ്ത അദ്ദേഹത്തിന്റെ സേവനങ്ങൾ പണ്ഡിതന്മാർ ധാരാളം വാഴ്ത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ മരണത്തിന്റെ ദിവസത്തിൽ, ആ ദിവസത്തിൽ ജനാസക്ക് കൂടിയിട്ടുള്ള ആളുകളെ എണ്ണിയാൽ മതി അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ മാത്രം, അവരുടെ ശുപാർശകളെല്ലാം പൊറുക്കാൻ മാത്രം അത് തന്നെ മതി എന്ന് മഹാന്മാർ ധാരാളം പറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൂടിയവർ, കുളിപ്പിച്ച വെള്ളം എടുത്തവർ, ആ രീതിയിലുള്ള ബർക്കത്തുകൾ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം നേടിയിട്ടുള്ളവരുണ്ട്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഭരണാധികാരികളുടെ വിദേഹത്തിന്റെ പേരിലുള്ള പണ്ഡിതന്മാരുടെ എതിർപ്പ് മൂലമുള്ള ശിക്ഷ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വഫാത്തായത്. അത്തരം ശിക്ഷകൾ ധാരാളം തവണ അനുഭവിച്ചത് തന്നെ മതിയാകും അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയിട്ടുള്ള ബിദ്അത്തുകളൊക്കെ ചിലപ്പോൾ പൊറുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും വിട്ടുപുറത്ത് മാഫാക്കുകയും അദ്ദേഹം ദീനിന് ചെയ്ത സേവനങ്ങൾ കബൂലാക്കുകയും അപാകതകളും പാളിച്ചകളും സംഭവിച്ച് അല്ലാഹു തആല മാഫാക്കുകയും ചെയ്യുമാറാവട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.